BJP സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഇങ്ങനെയൊരു കൂട്ടർ ചെറുപ്പക്കാർ സമരം ചെയ്യുകയാണ് എന്ന കാര്യം ഇപ്പോൾ ലോകത്തെല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഈ സമരം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഓർക്കുന്നൊരു സമരമാണ് ഈ പറയുന്ന അണ്ണാ ഹസാരയുടെ സമരം. അത് ഈ കാരണം കൊണ്ട് മാത്രമല്ല, ഞങ്ങളെപ്പോലെ കഷ്ടപ്പെട്ട ജീവിതത്തിലല്ല, കുറേ കൂടെ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകണം ഞങ്ങളുടെ അടുത്ത തലമുറക്ക് എന്ന് എല്ലാ മനുഷ്യരും വിചാരിക്കുകയാണ്. ലാൽ ബഹാദൂർ ശാസ്ത്രി 1956 മറ്റോ രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹം റെയിൽ മന്ത്രിയായിരുന്നു. ഇതാരാണ്? എത്ര പേര് മരിച്ചു? ഇത്രയും ആളുകൾ മരിച്ചിട്ട് അപ്പോൾ ആരാണ് അതിന് ഉത്തരവാദി? അപ്പോൾ ആ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെതാണ്. രാജ്യതലസ്ഥാനത്ത് CJPയുടെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഈ പ്രതിഷേധത്തിന്റെ വിവിധ വശങ്ങൾ നമുക്കിന്ന് പരിശോധിക്കാം. നമ്മോടൊപ്പം ഇന്നുള്ളത് ന്യൂസ് മലയാളം ന്യൂസ് ഡയറക്ടർ സനീഷാണ്. സനീഷ് ഏട്ടാ, ഇപ്പോൾ രാജ്യം കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് CJP. നമുക്കറിയാം, കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രസ്താവനയിലൂടെയാണ്. അതായത് ലേസി ആയിട്ടുള്ള യുവജനങ്ങളിൽ കൂടെയാണ്, അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ടുള്ള ഒരു പരാമർശത്തിലൂടെയാണല്ലോ ഇത് രൂപീകരിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ വ്യവസ്ഥാപിതമായ പാർട്ടികളെല്ലാം നിൽക്കുമ്പോഴും തന്നെ പുതിയൊരു പാർട്ടി എന്നുള്ള നില, അതും സമൂഹ മാധ്യമങ്ങളിലൂടെ രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടി എന്ന നിലയ്ക്ക് വീണ്ടും ഒരു അവസരം ഉണ്ടാവുക. അപ്പോൾ ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് വ്യവസ്ഥാപിതമായിട്ടുള്ള പാർട്ടികൾ നിൽക്കുമ്പോൾ തന്നെ പുതിയൊരു പാർട്ടി എന്നുള്ളൊരു സാധ്യത വീണ്ടും ഉടലെടുക്കുന്നതിനെ കുറിച്ചിട്ട് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? അതായത് ഇതിപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ CJPയുടെ സമരം വലിയ തോതിലേക്ക് ഉയർന്നല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യം CJPയുടേത് മാത്രമായിരുന്ന സമരം, അതിനകത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ അങ്ങനെ വന്നില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് തന്നെയും ആ സമരത്തിൻ്റെ മുൻനിരയിലേക്ക് വന്നു. എന്ന് വെച്ചാൽ CJPയുടെ സമരത്തിൻ്റെ മുൻനിരയിലേക്കല്ല, നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ്റെയും മറ്റും രാജി ആവശ്യപ്പെട്ടിട്ട് രാഹുൽ ഗാന്ധിയും മറ്റുമൊക്കെ അവരുടേതായ സമരം നടത്തുകയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷെ അത് CJP ചെയ്ത ഒരു സമരത്തിൻ്റെ പിന്നാലെയാണ് കോൺഗ്രസിനെ പോലെ ഏറ്റവും വലിയ, നമ്മുടേതുപോലെ വലിയ രാജ്യം ഭരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളൊന്നുകൂടെ ചേർന്നിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. അതാണ് യഥാർത്ഥത്തിൽ CJP എന്ന പാർട്ടിയുടെ പ്രാധാന്യത്തെ ഇപ്പോൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഇതിപ്പം നമ്മുടെ രാജ്യത്ത് മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പാർട്ടിയല്ല CJP എന്ന് പറയുന്നത്. പാർട്ടി എന്ന് പറയാനും പറ്റില്ല. അത് രാഷ്ട്രീയ പാർട്ടി ആവുക എന്ന് വെച്ചാൽ അതിനൊരു സംഘടനാ രൂപം, അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള സംവിധാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുക, അങ്ങനെ കുറേയേറെ സാങ്കേതികമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ CJP ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല, കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണ് അവർ സ്വയം അതിനെ വിളിക്കുന്നതെങ്കിലും അതൊരു പാർട്ടിയൊന്നുമായിട്ട് വിപുലീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്താകെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു വലിയ സംഭവമായിട്ട് ഈ CJP എന്ന് പറയുന്ന ഈ മൂവ്മെൻറ്റ് മാറി, അവരുടെ സമരം മാറി. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടെന്ന് പറയുമ്പം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ. ആ ജനാധിപത്യ രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഇങ്ങനെയൊരു കൂട്ടർ ചെറുപ്പക്കാർ സമരം ചെയ്യുകയാണ് എന്ന കാര്യം ഇപ്പോൾ ലോകത്തെല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യത്തെ വലിയ ഗൗരവത്തോടു കൂടി സമീപിക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമരത്തെക്കുറിച്ച് അറിയാം. ആ സമരം എങ്ങനെ ഉണ്ടായി എന്നറിയാം. ആ സമരത്തിന് പിന്നിലുള്ള ഈ CJP എന്ന് പറയുന്ന ഈ മൂവ്മെൻറ്റിനെ കുറിച്ചും അറിയാം. ഹരിത ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നീതിന്യായ പീഠത്തിലെ ഉന്നത ജഡ്ജിമാരിൽ ഒരാളായിരുന്ന ആൾ നടത്തിയൊരു പരാമർശം, യാദൃശ്ചികമായിട്ട് വന്നൊരു പരാമർശം, പക്ഷേ അത് ഒരു വലിയ മൂവ്മെൻറ്റ് ഉണ്ടാക്കുകയായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഇല്ലായിരുന്ന അഭിജിത് ദീപ്കെ വരുന്നു, ഇങ്ങനെ ആദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ടും ഒരു പേജായിട്ടുമാണല്ലോ തുടങ്ങുന്നത്, കോക്രോച്ച് ജനതാ പാർട്ടി. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇങ്ങനെ പരിഹാസ്യമാണെന്ന് തോന്നിക്കുന്ന ഒരു പേരിടില്ലല്ലോ. അപ്പോൾ പക്ഷേ അത് ആ ജഡ്ജ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ജസ്റ്റിസ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ആളുകളുടെ, നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന ചെറുപ്പക്കാരുടെ രോഷം ഇങ്ങനെ കിടക്കുകയായിരുന്നു. പല വിഷയത്തിൽ അവർ മതിയായ ഒരു തരത്തിൽ സുഖകരമായിട്ടുള്ള ജീവിതമല്ല നമ്മുടെ നാട്ടിലുള്ളത് എന്ന തരത്തിലുള്ള അതൃപ്തി, പല കാര്യങ്ങളിലുള്ള അതൃപ്തി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന തരത്തിലുള്ള പ്രശ്നം വന്നത്. അപ്പോൾ അങ്ങനെ അതൃപ്തിയിൽ രോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയാതെ നിൽക്കുന്ന ഈ ചെറുപ്പക്കാർക്ക് മുന്നിലേക്കാണ് ജസ്റ്റിസ് നടത്തിയിട്ടുള്ള പരാമർശം. ഇവർ സമരം ചെയ്യുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ തള്ളിക്കളയുന്ന പോലെ. പിന്നീട് അദ്ദേഹം അത് മാറ്റുകയൊക്കെ ചെയ്തു, വിശദമായിട്ട് വേറെ സംസാരിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം വന്ന് വീണത്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒരു ചെറിയ തീപ്പരി വീണിട്ട് വലിയ കാട് മുഴുവൻ കത്തി നശിക്കുന്നു എന്ന് പറയുന്നത് ആദ്യത്തെ തീപ്പരിയായിട്ട് ഈ സംഗതി അങ്ങ് വന്നു പോകണം. അങ്ങനെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ നമ്മൾ സമരം കാണുകയാണ്. ഇപ്പോൾ ആ സമരത്തിൽ നമ്മുടെ പ്രഖ്യാപിത രാഷ്ട്രീയ കക്ഷികൾ, കോൺഗ്രസ്, BJP പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെയാണ്, അവരിങ്ങോട്ടില്ല. പക്ഷേ കോൺഗ്രസ്, CPM, സമാജ്വാദി പാർട്ടി എന്ന് തുടങ്ങി രാജ്യത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളും ഇപ്പോൾ പിന്നെ ഈ സമരത്തിൻ്റെ പിന്നിലാണ്. അവരാദ്യം സമരം നടത്തിയില്ല. രാഹുൽ ഗാന്ധി അങ്ങോട്ട് വന്നേയില്ല. രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പോലും വന്നിട്ട് ഇന്നിപ്പോൾ സമരം നടത്തേണ്ടുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചത് ഈ CJP ആണ്. അപ്പോൾ അവർക്ക് പോലും ഇത് ഇത്രമേൽ ഗൗരവതരമാണോ?
ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടിട്ട് ഒരു മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടിട്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ 10 വർഷത്തിലേറെ ആയിട്ടുള്ള ഈ സർക്കാരിൻ്റെ കാലത്ത് BJP സർക്കാരുകളുടെ കാലത്ത് ഒരു സമരം നടത്തിയിട്ട് ഒരു മന്ത്രിയെ രാജിവെപ്പിക്കാൻ പറ്റുമെന്ന് ആരും വിചാരിക്കുന്നുമില്ല. ഇപ്പോഴും പല ആളുകൾക്ക് കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഇവർ ഈ അസാധ്യമായ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരൊറ്റ ആവശ്യമായിട്ട് മുന്നോട്ട് വന്നു. അവരവരുടെ സമരം നടത്തുകയാണ്. സോനം വാങ്ചുക്ക് ചേർന്നു. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ മന്ത്രിക്കുന്നു. ഇന്നലെ അതിരൂക്ഷമായിട്ടുള്ള ലാത്തി ചാർജ് അവിടെ നടന്നല്ലോ. അപ്പോൾ ഇത്രയും പേർക്ക് പരിക്കേറ്റു. പിന്നെ എന്താണ്, ഇന്നിപ്പോൾ ഹിന്ദു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലെ വാർത്തയിൽ 2 ആശുപത്രികളിലായിട്ട് 100-ലേറെ ആളുകളുണ്ട്. അപ്പോൾ അതിൽ ഏറെ ആളുകൾ നമ്മൾ ഇപ്പോൾ വിഷ്വൽസായിട്ട് അവരുടെ പേജിലും മറ്റുമൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് ആളുകൾ തലയൊക്കെ പൊളിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികൾ 21, 20 വയസ്സുള്ള കുട്ടികൾ അടക്കം ആശുപത്രി കിടക്കണം. അപ്പോൾ അത് വലിയ രോഷമുണ്ടാക്കി. പാർലമെൻറ്റിനകത്തും വലിയ രോഷമുണ്ടാക്കി. ഇതുവരെ മുഖം തിരിച്ച് നിന്നിരുന്ന കോൺഗ്രസ്സിന് ഇതിൻ്റെ മുന്നിലേക്ക് വരേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഹരിദേവ് ചോദിച്ചപ്പോൾ ഇതൊരു പുതിയ പാർട്ടിയായിട്ട് വലിയ ശക്തി പ്രാപിക്കുമ്പോൾ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ആവുക എന്നുള്ള അവരുടെ ഉദ്ദേശമാണോ എന്ന് നമുക്കറിയില്ല. അതൊരു മൂവ്മെൻ്റാണ്. ആ മൂവ്മെൻ്റ് എന്ന നിലക്ക് വലിയ ശക്തമായിട്ടുള്ളൊരു സംഗതിയായിട്ട് അവർ മാറി. എതിർക്കുന്ന ആളുകൾക്ക് പോലും അതിനെ തള്ളിക്കളയാൻ പറ്റാത്തൊരു സാന്നിധ്യമായിട്ട് അത് മാറി എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ വിചാരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് ഇവരെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ്. ചേട്ടൻ കുറച്ചു മുമ്പേ മൂവ്മെന്റുകളുടെ കാര്യം പറഞ്ഞു. ഈ പൊതു മൂവ്മെന്റിൽ നിന്നാണ്, അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിലുള്ള ഒരു പൊതു മൂവ്മെന്റിൽ നിന്നാണ് ആം ആദ്മി പാർട്ടി രൂപം കൊള്ളുന്നത്. പക്ഷെ ഒരിക്കലും അണ്ണാ ഹസാരെ ആം ആദ്മി പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ ഇതൊരു പൊതു മൂവ്മെന്റ് ആയിട്ട് വരുമ്പോൾ അണ്ണാ ഹസാരയുടെ ദേശീയ സ്നേഹത്തെക്കുറിച്ചിട്ടോ അല്ലെ ദേശസ്നേഹത്തെക്കുറിച്ചിട്ടൊന്നും ആരും വാചാലരായിട്ടില്ല. പക്ഷെ സോനം വാങ്ചുക്ക് ഈ CJPയുടെ പ്രക്ഷോഭത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ദേശീയ താല്പര്യങ്ങളെക്കുറിച്ച് അല്ലെ ദേശസ്നേഹത്തെക്കുറിച്ചിട്ടൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുകയും ഇത് വലതുപക്ഷ ഹാൻഡിലുകളിലൊക്കെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം 1. 2, ആം ആദ്മി പാർട്ടിയും കോക്രോച്ച് ജനതാ പാർട്ടിയായിട്ടുള്ള സാമ്യ വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കാം ചേട്ടന് തോന്നിയിരിക്കുന്നത്? അതായത് ആം ആദ്മി പാർട്ടി വന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അതായത് അന്ന് ഒരു കോൺഗ്രസ് സർക്കാരുകളുടെ അവസാന കാലത്താണല്ലോ, ഈ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ അവസാന കാലത്താണ് അണ്ണാ ഹസാരയുടെ സമരം വരുന്നത്. അപ്പോൾ കോൺഗ്രസ് സർക്കാരുകൾ വലിയ തോതിൽ അഴിമതി നടത്തുന്നു എന്ന് പറഞ്ഞാൽ അഴിമതി വിരുദ്ധമായിട്ട് കോൺഗ്രസ് സർക്കാരുകൾക്കെതിരെ ഒരു പൊതുജന നിലപാടൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സമരം പെട്ടെന്നുണ്ടായി വരുന്നത്. അപ്പം അത് ഒരുപാട് കാര്യങ്ങൾ, അതായത് അതിനു മുമ്പ് കോൺഗ്രസ് സർക്കാർ വല്ലാത്ത തോതിൽ അഴിമതി നടത്തുമെന്ന ആക്ഷേപം പൊതുവിൽ തന്നെ ഉണ്ടാവുകയും ഏതാണ്ട് ആളുകൾക്കൊരു അതിനോടൊരു വലിയ എതിർപ്പ് കോൺഗ്രസ് സർക്കാരുകളോട് പ്രത്യേകിച്ച് മൻമോഹൻ സിംഗ് സർക്കാരിനോടൊക്കെ ഉണ്ടായിരിക്കുന്ന കാലത്ത് തന്നെയാണ് ഈ സമരം ഇങ്ങനെ ഉണ്ടായി വരുന്നത്. ഒരു ഗാന്ധിയൻ തന്നെയാണ് എന്ന മട്ടിൽ വന്ന അണ്ണാ ഹസാരെ പിന്നെ വളരെ പ്രായമുള്ള ഒരാൾ, പിന്നെ പൊതുവിലൊരു ഗാന്ധിയൻ രൂപമൊക്കെ ആയതുകൊണ്ട് പിന്നെ അന്ന് അതും ഇതും തമ്മിലുള്ള നമ്മൾ വ്യത്യാസം ശരിക്കും ഹരിത ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പം നമ്മൾ ഈ സമരം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഓർക്കുന്നൊരു സമരമാണ് ഈ പറയുന്ന അണ്ണാ ഹസാരയുടെ സമരം. അത് ഈ കാരണം കൊണ്ട് മാത്രമല്ല, ഒന്നും ആ കാലത്ത് മാധ്യമങ്ങൾ അതിനോടെടുത്ത നിലപാടല്ല ഈ കാലത്ത് CJPയുടെ സമരത്തോട് മാധ്യമങ്ങൾ എടുക്കുന്നത്. അതായത് അന്ന് കേന്ദ്ര സർക്കാരിനെതിരെ മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ നടക്കുന്ന ഈ സമരത്തിന് വലിയ പിന്തുണയായിരുന്നു മാധ്യമങ്ങൾ കൊടുത്തിരുന്നത്. വലിയ പിന്തുണ എന്ന് വെച്ചാൽ എല്ലാ മാധ്യമങ്ങളിലും ഫുൾ ടൈം മറ്റു വാർത്തകളില്ലാത്ത വിധം ഈ അണ്ണാ ഹസാരയുടെ സമരമായിരുന്നു. അണ്ണാ ഹസാരെ വലിയ പുണ്യാളനായിട്ടൊക്കെ ചിത്രീകരിക്കപ്പെട്ടൊരു കാലമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ കാണാനേ ഇല്ല. പിന്നെ വളരെ മികച്ചൊരു സംഘാടകനായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഇതിൻ്റെ പിന്നണിയിലുണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ അന്നും ഇതുപോലൊരു സമരമായിട്ടാണല്ലോ ആദ്യം വന്നത്. ആം ആദ്മി പാർട്ടിയൊക്കെ പിന്നീട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഏറ്റവും വലിയ ശക്തി യഥാർത്ഥത്തിൽ പിന്നീട് ആലോചിച്ച് നോക്കുമ്പോഴേ ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ ഏറ്റവും വലിയ ശക്തി അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ മികവ് ഒന്നും ആയിരുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം എപ്പോഴും ഇവിടെ ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ അത് അദ്ദേഹം ഏതോ ഒരു പ്രാദേശിക സ്ഥലത്ത് ഒരു കാലത്ത് എന്തോ ഇത്ര വലിയ ആളായിരുന്ന ഒരാളായിട്ട് എവിടെയോ അദ്ദേഹത്തിന് പിന്നീടുള്ള രാഷ്ട്രീയ സംഭവങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ മുഖമോ ശബ്ദമോ നമ്മൾ കേട്ടിട്ടില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു തിയറിയോ രാഷ്ട്രീയമായിട്ടുള്ള ഫിലോസഫിയോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ അതൊരു ഐക്കണായിട്ട് അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഈ മാധ്യമങ്ങൾ മുഴുവൻ ഈ സംഭവത്തെ ഇങ്ങനെ മൻമോഹൻ സിംഗ് സർക്കാരുകളിനെതിരെയുള്ള ഒരു വലിയ ഒരു മൂവ്മെൻ്റ് ആയിട്ട് പരിവർത്തിപ്പിച്ചു, വലിയ ശക്തിയായിട്ട്. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് പിന്നീട് BJP സർക്കാരുകൾ വരികയും ആ നരേന്ദ്രമോദി സർക്കാർ ഇത്രയും കാലം ഭരിക്കുകയൊക്കെ ചെയ്യുന്ന ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയാം ഇതൊരു വലിയ മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഒരുപക്ഷെ അതേക്കാൾ രൂക്ഷമായിട്ടുള്ള പ്രശ്നം ഇവിടെയുണ്ട്. അതായത് അത് നമ്മുടെ എന്നല്ല, ഏത് ജനാധിപത്യമല്ലാത്ത ഏകാധിപത്യമൊക്കെ എല്ലാ രാജ്യത്തിൻ്റെയും രാഷ്ട്രീയത്തിൽ അഴിമതി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. അത് ഏറിയും കുറഞ്ഞിരിക്കും. അതിനെതിരായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകും, ചിലപ്പോൾ വലിയ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാകും. അപ്പോൾ അഴിമതി എന്നത് രാഷ്ട്രീയ സംവിധാനത്തിനകത്ത്, പൊതുഭരണ സംവിധാനത്തിനകത്ത് അതിനോടൊപ്പം തന്നെയുള്ള സംഗതിയാണ്. അതിനെ എതിർക്കേണ്ടതാണ്, പക്ഷേ അതിനോടൊപ്പം തന്നെയുള്ളതാണ്. അതേക്കാൾ വലുതാണ് യഥാർത്ഥത്തിൽ ഭാവിയെക്കുറിച്ചുള്ള ചെറുപ്പക്കാരുടെ ഭാവിയെക്കുറിച്ചുള്ള ഈ ക്വസ്റ്റ്യൻ. അതായത് ഇപ്പം നമ്മുടെ മുന്നിലേക്ക് നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട്. നീറ്റ് പരീക്ഷ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം തന്നെ ഈ സമരത്തിൽ കാണുന്ന എന്താണ്, അതായത് ഈ BJPക്കാരും കോൺഗ്രസ്സുകാരും എല്ലാത്തരം രാഷ്ട്രീയ പാർട്ടികളെ വിശ്വസിക്കുന്ന മനുഷ്യരും ഈ സമരത്തിലുണ്ട്, CJPയുടെ കൂടെയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരുടെ എല്ലാം വീടുകളിലെ കുട്ടികളെ ഇത് ബാധിച്ചു. കുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു.
അതായത് അവരുടെ ഒരു 5-6 വർഷത്തെ പ്രയത്നം അപ്പാടെ ആ കുടുംബത്തിൻ്റെ ആകാവുന്നിടത്തെല്ലാം കടം വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ് ആളുകളെ, കുട്ടികളെ ആ നിലക്ക് പഠിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ ചെല്ലുമ്പോഴേക്ക് ഈ പരീക്ഷ ഇങ്ങനെ. അപ്പോൾ അവരുടെ ഭൂതകാലം, അവരുടെ 5-6 വർഷം മാത്രമല്ല പോകുന്നത്, അവരുടെ ഭാവിയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ തകർന്ന കുട്ടികൾ ആത്മഹത്യയാണ്. എന്നുവെച്ചാൽ 10, 20, 22 വയസ്സ് മാത്രം ഉള്ള, അത്രയും കാലം മാത്രം ഈ ലോകത്ത് ജീവിച്ച് പരിചയമുള്ള ഈ മനുഷ്യർക്ക് അവരുടെ ഭാവിയിലേക്ക് ശുഭകരമായിട്ട് പോകാനാകും എന്ന് കരുതുന്ന ഇങ്ങനെ ഒരു പരീക്ഷയിൽ പങ്കെടുത്തിട്ട് അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് അവർ പരാജയപ്പെട്ടു പോയി. അവരുടെ ഭാവി ആകെ ഇരുളടഞ്ഞതായി. അവരുടെ രക്ഷിതാക്കൾ മുടക്കിയ പൈസ മുഴുവൻ വ്യർത്ഥമായി പോയി. അപ്പോൾ കുട്ടികൾ ആത്മഹത്യയാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്ത എത്രയോ ആളുകൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ സംസാരിക്കുന്നൊരു ആൾ വന്ന് പറയാണ്, എൻ്റെ മകൻ ആത്മഹത്യ ചെയ്തു, എനിക്കൊരു മകൻ കൂടെയുണ്ട്, ഈ സിസ്റ്റം ശരിയായില്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ മകൻ്റെ ഭാവി ജീവിതം ഞാൻ ഉറപ്പുവരുത്താനാവുക എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ വന്നിട്ട് ഈ സമരത്തിലിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അഴിമതി എന്ന് പറയുന്ന എല്ലാ കാലത്തുമുള്ള, ഉണ്ടാകാൻ പാടില്ല, പക്ഷേ എല്ലാ കാലത്തുമുള്ള, ആർക്ക് വേണമെങ്കിലും എതിർക്കാവുന്ന, ആർക്കും പ്രത്യേകിച്ച് എതിർക്കുന്ന ആളുടെ എതിർപ്പൊന്നും ഉണ്ടാവാത്ത എല്ലാവർക്കും അക്കാര്യത്തിൽ യോജിപ്പാണ്. അതായത് അധികാരം കയ്യിലുള്ള ആളുകൾ പണം ഇങ്ങനെ അടിച്ചു മാറ്റുന്ന ഈ പരിപാടിക്കെതിരായിട്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കും. അപ്പോൾ അത്തരമൊരു സാധാരണമായ വിഷയത്തിനെതിരെ നടന്ന സമരത്തിൽ ഇത്രമാത്രം ജനപിന്തുണയും മാധ്യമ പിന്തുണയും കൊടുത്തിട്ട് ഇവിടെ ഭാവിയാകെ ഇരളടഞ്ഞു പോകുന്ന ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ എന്തുകൊണ്ട് ഈ മാധ്യമങ്ങൾ പിന്തുണക്കുന്നത്? ഇന്ന് പോലും ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾ, രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് അവിടെ വന്ന് സമരം നടത്തുമ്പോൾ പോലും നമ്മുടെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ വലിയ തോതിൽ മറ്റു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് സംപ്രേഷണം ചെയ്യുന്നുണ്ടെന്നല്ലാതെ അതിനെതിരായിട്ടാണ് ആളുകളെ സംസാരിപ്പിക്കുന്ന ആളുകളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല എന്നാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, അതിനുശേഷം, അതായത് അണ്ണാ ഹസാരയുടെ സമരത്തിന് ശേഷം ഈ പറയുന്ന ആം ആദ്മി പാർട്ടി ഉണ്ടായി. ആം ആദ്മി പാർട്ടി നമ്മുടെ രാജ്യത്തുള്ള നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രേണിയിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി കൂടെ വന്നു. അത് ഗുണങ്ങളും ചെയ്തു, ദോഷമായിട്ടുള്ള ആരോപണങ്ങളും അതിനെതിരെ ഉണ്ടായി. നമ്മുടെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പോലെ അതിപ്പോൾ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിലുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടിയായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അരവിന്ദ് കെജ്രിവാളും നമ്മുടെ മുന്നിലുണ്ട്. CJP അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ആകുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ അവർ ഇനിയെന്ത് ചെയ്യും രാഷ്ട്രീയ പാർട്ടിയായിട്ട് എന്നുള്ളതിനേക്കാൾ പ്രധാനമാണ് അവരിപ്പോൾ ചെയ്യുന്ന കാര്യം. രാഷ്ട്രീയ പാർട്ടിയായാൽ എന്താ ഉണ്ടാവുക? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം ഒരു കാര്യമുണ്ട്. അതായത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും CPM-ഉം CPI-യും സമാജ്വാദി പാർട്ടിയും നമ്മുടെ നാട്ടിലെ മുഴുവൻ BJP-യുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടികളെല്ലാം പോലെ ഇപ്പുറത്തൊരു പാർട്ടി കൂടെ ഉണ്ടാവും. ചിലപ്പോൾ അവർ തമ്മിലുള്ള വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ഇത് കാരണമാകും. അപ്പം അതുകൊണ്ട് അവർ രാഷ്ട്രീയ പാർട്ടിയായാൽ അവർ വിജയിക്കുമായിരിക്കും, മുന്നേറ്റം ഉണ്ടാക്കുമായിരിക്കും, വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയം കൊണ്ടുവരുമായിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ തിരിച്ച് സാധാരണ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെയും പോലെ അതേ ട്രാക്കിലാവുകയും ചെയ്യുമായിരിക്കും. പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് ഭാവിയിൽ എന്തവർ ചെയ്യുന്നു, എന്താകുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് അവരിപ്പോൾ ചെയ്യുന്ന കാര്യം. അത് നമ്മുടെ നാട്ടിൽ വലിയ മൂവ്മെൻറ്റ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ ആത്മഹത്യ, അതായത് കുട്ടികൾ വളരെ നാളത്തെ കഠിനാധ്വാനത്തിന്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിശ്രമത്തിന്റെ ഫലം എന്നോണാണ് നീറ്റ് പോലുള്ള പരീക്ഷകൾ എഴുതുന്നത്. നീറ്റ് മാത്രമല്ല, UGC-യുടെ നെറ്റ് പരീക്ഷ ഇതിനു മുൻപ് സമാനമായിട്ടുള്ള രീതിയിൽ ക്യാൻസൽ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇത്തരം മത്സര പരീക്ഷകളിലേക്കൊക്കെ തന്നെ ഫാമിലിയിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഒക്കെ ആയിരിക്കും ഇവരെ അങ്ങോട്ടേക്ക് തള്ളിവിടുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു താല്പര്യം ഇവർക്ക് രൂപീകരിക്കപ്പെടുന്നതും അല്ലെങ്കിൽ അതിനെ വളർത്തുന്നതും. അപ്പോൾ ഒരേ സമയം ഈ ആത്മഹത്യയെ നേരിടാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യം വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പഠിപ്പിക്കാതെ അല്ലെങ്കിൽ അതിനുള്ളൊരു ട്രെയിനിങ് കൊടുക്കാതെ മക്കളെ അല്ലെങ്കിൽ ചുറ്റുമുള്ള സുഹൃത്തുക്കളെ ഒക്കെ തന്നെ ഇത്തരത്തിലേക്ക് ഒരവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവണതയും ഇപ്പോഴത്തെ നമ്മുടെ സമകാലിക കുടുംബ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ അത്തരത്തിലുള്ളൊരു വീക്ഷണം മാറേണ്ടതില്ല? സത്യം പറഞ്ഞാൽ കുട്ടികളെ ചേർത്ത് പിടിച്ച് ഇത്തരത്തിലാണ് അവസ്ഥകൾ, അല്ലെ സിസ്റ്റത്തിന്റെ രീതി ഇതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഈ സിസ്റ്റത്തിനോട് പൊരുതാനോ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ നിന്നിട്ട് ഇതിനൊരു മാറ്റം വരുത്താനോ ഉള്ളൊരു സാധ്യത ഉണ്ടാക്കിയെടുക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയല്ലേ? അല്ല, അതൊരു വിഷയമാണ്. അത് ഇതോട് ചേർത്ത് വെച്ച് നോക്കേണ്ടുന്ന കാര്യമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതായത് നമ്മുടെ മത്സര പരീക്ഷകൾ എങ്ങനെ പോകുന്നു, അതിൻ്റെ സമ്മർദ്ദങ്ങൾ, അതൊക്കെയല്ല ചോദിച്ചത്. അത്തരം കാര്യങ്ങൾ അവിടെയുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ പോലും നമ്മുടെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും എന്താണ്, സാധാരണ തൊഴിലെടുക്കുന്ന ആളുകൾ, കർഷകർ, കൂലിപ്പണിക്കാർ, അല്ലേ? അവർ വെറും ജീവിച്ച് മരിച്ചു പോകുന്നത് ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക ഗ്രാമത്തിനകത്ത് ജനിച്ചിട്ട് അവിടെ തന്നെ ജീവിച്ച് അവിടെ തന്നെ കൃഷിപ്പണിയും മറ്റും അല്ലെങ്കിൽ സാധാരണ ജോലികൾ ചെയ്തിട്ട് 10-70 വർഷക്കാലം ജീവിച്ച് മരിച്ചു പോകുന്ന, അവരുടെ ഭൗതികമായ സാഹചര്യങ്ങളിൽ ഒട്ടും മെച്ചമുണ്ടാക്കാതെ എത്രയോ മനുഷ്യർ, അവരാണ് ഈ രാജ്യത്തിൽ ബഹുഭൂരിപക്ഷം പേരും. 99% പേരും സാധാരണ മനുഷ്യരാണ്. അപ്പോൾ അവരെന്താണ് കരുതുക? അവരുടെ അടുത്ത ജനറേഷൻ, അടുത്ത തലമുറ ഞങ്ങളെക്കാൾ മെച്ചപ്പെട്ട ജീവിതം വേണമെന്ന് ഓരോ അച്ഛനും അമ്മ ആഗ്രഹിക്കും. അപ്പോൾ അവരുടെ മുന്നിലുള്ള കാര്യങ്ങൾ എന്താണ്? സിവിൽ സർവീസിന് പോവുക. അവർ കാണുന്നതാണ് വലിയ ഉദ്യോഗസ്ഥർ, ഒരു ഓഫീസിൽ അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയാൽ ഉദ്യോഗസ്ഥരെ കാണാം. ഉദ്യോഗസ്ഥർ നല്ല ജീവിതം അവർക്കുണ്ട് എന്ന്, നമ്മളെക്കാൾ നല്ല ഉടുപ്പിടുന്ന ആളുകളാണ്. ഡോക്ടർമാരെ, എഞ്ചിനീയർമാരെയും കാണാം. അപ്പോൾ ഞങ്ങളുടെ മക്കൾ
ഞങ്ങളെപ്പോലെ കഷ്ടപ്പെട്ട ജീവിതത്തിലല്ല, കുറെ കൂടെ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകണം ഞങ്ങളുടെ അടുത്ത തലമുറക്ക് എന്ന് എല്ലാ മനുഷ്യരും വിചാരിക്കുകയാണ്. അപ്പോൾ അവരുടെ മുന്നിലുള്ള വഴി എന്താണ്? ഇതുപോലുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും സിവിൽ സർവീസുകാരും ഒക്കെ വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളെപ്പോലെ ആകരുത്. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ജോലി, ഇപ്പോൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കുന്ന പണം എൻ്റെ മകനും മകളും കുറെ കൂടെ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവനവൻ ഭക്ഷണം കഴിക്കാതെയും ഇവർ ഈ പണം സ്വരൂപിച്ച് വെച്ചിട്ട് അവരെ അതിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ അതിനൊരു സുഘടിതമായ സംവിധാനമുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഡോക്ടർമാരുണ്ടാകുന്നത് എങ്ങനെ, എഞ്ചിനീയർമാരെങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ നീറ്റ് പരീക്ഷ അതിൻ്റെ ഒരു ഭാഗമാണ്. ആ പരീക്ഷ എഴുതി പാസ്സായിട്ട് വേണം ഇതിൻ്റെ. അപ്പോൾ ഈ കുട്ടികൾ എന്താ ചെയ്യുക? കുട്ടികൾ പഠിക്കുക എന്നുള്ളതാണ് അവരുടെ കാര്യം. അപ്പോൾ അവർ ഈ രക്ഷിതാക്കൾ മുണ്ടുമുറുക്കി കൊടുത്തിട്ടും അവർ പട്ടിണി കിടന്നിട്ടും അവരെ കുട്ടികളെ പഠിപ്പിക്കുന്നു. എന്താണ്? അടുത്ത ഈ കുട്ടികൾ രക്ഷപ്പെടണം, എൻ്റെ മക്കൾ എന്നെ പോലെ ആയിപ്പോരുത്, കഷ്ടപ്പെട്ട് ഈ ഞാൻ ചെയ്യുന്ന ജോലി തന്നെ ചെയ്ത് ജീവിക്കരുത്. അപ്പോൾ അവർ കഷ്ടപ്പെട്ട് അതിനകത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം നീറ്റ് പോലത്തെ കാര്യങ്ങളിലേക്ക് വരുന്ന സാധാരണത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, കർഷകരും മറ്റും മാത്രം സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥർ, അവർ ഞങ്ങളെക്കാൾ കുറച്ചുകൂടെ കൊള്ളാവുന്നൊരു തരത്തിലേക്ക് അവർ പോകണം. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു സുഘടിതമായ സംവിധാനമുണ്ട്. ഇപ്പോൾ ഇതിനെല്ലാം എന്തെങ്കിലും ഒരു സംവിധാനം വേണമല്ലോ. അപ്പോൾ അത് നീറ്റാണ് നമ്മുടെ നാട്ടിലെ സംവിധാനം. അത് പക്ഷേ നടപ്പാക്കുക, വൃത്തിയായിട്ട് നടപ്പാക്കുക എന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ചുമതലയാണ്. അതിനാണ് സർക്കാരുകൾ, അതിനാണ് സർക്കാർ സംവിധാനങ്ങൾ, അതിനാണ് പൊതുപണം ചെലവിടുന്നത്. ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ പരീക്ഷ എഴുതുന്നു. അപ്പോൾ അതിന് സുഘടിതമായുള്ള അതിനെല്ലാ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ വളർന്നു. ഈ പറയുന്ന സിസ്റ്റവും സംവിധാനങ്ങളും ഈ പറയുന്ന ഇൻ്റർനെറ്റും എല്ലാം ഉള്ള കാലത്ത് പരീക്ഷ നടത്തുക എന്ന് വെച്ചാൽ താരതമ്യേന എളുപ്പമായിട്ടുള്ള കാര്യമാണ്. പണ്ട് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഈ കാര്യങ്ങൾ നടത്തിയിട്ടാണല്ലോ നമ്മുടെ ഉദ്യോഗസ്ഥർ മറ്റും പരീക്ഷ എഴുതിയിട്ട് വലിയ വലിയ പദവികളിലേക്കും മറ്റുമൊക്കെ ആളുകൾ എത്തിച്ചേരുക. പരീക്ഷ എഴുതുന്നു, പാസ്സാകുന്നു, അങ്ങനെ വരുന്നൊരു. ഇവിടെ അത്തരം സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും അക്കാര്യത്തിൽ വീഴ്ച വന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം. അതുകൊണ്ടാണ് ഈ CJP സമരക്കാരും ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെടുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്തിനാണ് ആവശ്യപ്പെടുന്നത്? അതായത് നമ്മുടെ നാട്ടിൻ്റെ ദീർഘമായുള്ള ചരിത്രത്തിൽ അത്തരം സംഭവങ്ങൾ വേറെ ഉണ്ട്. ഇപ്പം ലാൽ ബഹാദൂർ ശാസ്ത്രി 1956 മറ്റോ രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹം റെയിൽ മന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരിക്കെ മദ്രാസിൽ, തമിഴ്നാട്ടിൽ ഒരു ട്രെയിൻ അപകടത്തിൽ 140 ആളുകളോ മറ്റോ മരിച്ചു. അതായത് അദ്ദേഹത്തിന് യാതൊരു പങ്കാളിത്തം അതിനകത്തില്ല. അദ്ദേഹമല്ല ആ വണ്ടി ഓടിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പ്രത്യേകമായ കുറ്റം കൊണ്ടല്ല അവിടെ ഒരു അപകടം ഉണ്ടായത്. അദ്ദേഹത്തിന് രാജിവെക്കേണ്ടുന്ന കാര്യമില്ല ഒരർത്ഥത്തിൽ ആലോചിച്ച്. അദ്ദേഹത്തിന് എന്താണ്, നേരിട്ടൊരു മന്ത്രിക്ക് എന്ത് ഉത്തരവാദിത്തമുള്ളത്? അതും തമിഴ്നാട്ടിൽ നടന്നത്, ഡൽഹിയിൽ ഇരിക്കുന്ന മന്ത്രി സംഭവം നടന്നതിന് ശേഷം മറ്റെല്ലാവരെയും പോലും അദ്ദേഹം അറിയുന്നത്. പക്ഷേ ആ അപകടത്തിൽ ആ മരിച്ച 140 മനുഷ്യരുടെ മരണത്തിൽ തനിക്ക് ധാർമ്മികമായ ഒരു പങ്കുണ്ട്, ഒരു വീഴ്ചയുണ്ട് എന്ന് കണ്ടിട്ടാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി രാജിവെക്കുന്നത്. അങ്ങനെ വേറെ സംഭവങ്ങളുണ്ടായിരുന്നു. TT കൃഷ്ണമാചാരി, അങ്ങനെ വലിയ അധികാര പദവിയുള്ള ആളുകൾ അവർ വ്യക്തിപരമായിട്ട് പങ്കാളികളല്ലാത്ത സംഭവങ്ങളിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ച സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ സംഭവിക്കാറേയില്ല. ഇവിടെ അങ്ങനെ ഒരു രാജി സംഭവിക്കണമെങ്കിൽ അതിലേറ്റവും വലിയ, ഏറ്റവും അതിന് ഉതകുന്നൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇങ്ങനെ ആളുകൾ അവരുടെ അടുത്ത തലമുറയുടെ ഭാവി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ സിസ്റ്റത്തിൽ വിശ്വസിച്ചിട്ട് അവരെ കുട്ടികളെ പണവും അധ്വാനവും മുടക്കി പഠിപ്പിച്ചിട്ട് ഈ 10-20 വയസ്സുള്ള കുട്ടികൾ അവർ ഉറങ്ങാതെ ഇരുന്ന് പഠിച്ചിട്ട് അവരുടെ 5-6 വർഷം ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുമ്പോൾ ഈ മന്ത്രിയുടെയും ഈ സിസ്റ്റത്തിൻ്റെയും കുഴപ്പം കൊണ്ട് അവർ ഔട്ടായി പോവുക, അവർ ആകെ ക്ഷീണിതരായി പോവുക, അവർക്ക് മരണത്തിലേക്ക് പോകേണ്ടതായിട്ട് വരിക, അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഒരു രക്ഷിതാവിന് അയാളുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോവുകയാണ്, അയാൾ മുടക്കിയ പണം മുഴുവൻ പോവുകയാണ്, അയാൾ കൊടുത്ത അധ്വാനം മുഴുവൻ പോവുകയാണ്. സർവോപരി അയാളുടെ ഭാവിയെക്കുറിച്ച് അയാൾ കണ്ടിരിക്കുന്ന സ്വപ്നങ്ങളുടെ ഉടൽ രൂപമായുള്ള മക്കൾ ആത്മഹത്യയിലേക്ക് പോവുകയാണ്. ഇതാരാണ്? എത്ര പേര് മരിച്ചു? ഇത്രയും ആളുകൾ മരിച്ചിട്ട് അപ്പോൾ ആരാണ് അതിന് ഉത്തരവാദി? അപ്പോൾ ആ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹമാണ് അതിൻ്റെ മന്ത്രി, ആ വകുപ്പ് നോക്കുന്നയാൾ. അപ്പോൾ ആ സിസ്റ്റത്തിൽ വീഴ്ച വന്നിരിക്കുന്നു. ആ സിസ്റ്റത്തിൻ്റെ വീഴ്ച കൊണ്ട് എത്രയോ ആളുകൾ മരിച്ചിരിക്കുന്നു, എത്രയോ മനുഷ്യരുടെ സ്വപ്നങ്ങൾ പോയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പദവിയിൽ നിറങ്ങുക എന്നത് മാന്യതയുള്ളൊരു നിലപാടാണ്. അതാണ് ജനാനുകൂലമായിട്ട് ജനാധിപത്യം പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ പരീക്ഷ കുറെ കൂടെ മെച്ചപ്പെട്ടതാകണ്ടേ, പരീക്ഷയുടെ മുകളിലേക്ക് കുട്ടികൾക്ക് സമ്മർദ്ദം ഉണ്ടാകാൻ പാടുണ്ടോ, സമ്മർദ്ദം കുറയ്ക്കേണ്ടതല്ലേ എന്നൊക്കെ പറയുന്നത് വേറൊരു ക്വസ്റ്റ്യനാണ്, വേറൊരു ചോദ്യമാണ്. സമ്മർദ്ദം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ രക്ഷിതാക്കളുടെയും കൂടെ, ഇപ്പം ഞാനൊരു നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്നൊരു കുട്ടിയാണെങ്കിൽ എൻ്റെ മാത്രം സമ്മർദ്ദമല്ല, എൻ്റെ രക്ഷിതാക്കളുടെ കൂടെ സമ്മർദ്ദമാണ്. ഉള്ള പൈസ എടുത്തിട്ടല്ല ഒരു അച്ഛനും അമ്മയും ഈ കുട്ടിയെ പഠിപ്പിക്കുന്നത്. അവർ അച്ഛനും അമ്മയും വയലിൽ പോയി പണിയെടുക്കുന്നത് ഇദ്ദേഹം കാണുന്നുണ്ട്, ഈ പയ്യൻ കാണുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്, അവർ ചെയ്യുന്നത് അദ്ദേഹത്തിന് അറിയാം. രാപകലില്ലാതെ ജോലി ചെയ്യുന്നതിനാണ്. എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ അവരെ സംരക്ഷിക്കും എന്ന് വിചാരിക്കുന്നിടത്ത് ഞാൻ തന്നെ ഇല്ലാതായി പോവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ കേന്ദ്രത്തിൻ്റെയും സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും വലിയ കുറ്റമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി നിശ്ചയമായിട്ടും രാജിവെക്കണം. അതിനകത്ത് ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തുക പോലും വേണ്ട. അദ്ദേഹം രാജിവെച്ച് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞ് വേണേൽ തിരിച്ചു വന്നാൽ പോലും ആ
ആളുകളുടെ വികാരത്തോടുള്ള ഒരു 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 പ്രതികരണം എന്ന നിലക്ക് സ്വന്തം നിലക്ക് തീരുമാനം എടുക്കേണ്ടതാണ്. അതിനിങ്ങനെ ഒരു സമരത്തിലേക്കൊന്നും പോകേണ്ടുന്ന കാര്യമേ ഇല്ലാത്തതാണ്. അത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ BJP ഉള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ അദ്ദേഹത്തോട് പറയേണ്ടതാണ്. ഉടനടി ഇറങ്ങൂ, ഈ പറയുന്നതിൽ ധാർമ്മികമായിട്ട് നമുക്കൊരു പ്രശ്നമുണ്ട്, ഉടനടി ഇറങ്ങൂ, ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം എന്ന് പറയേണ്ടിടത്താണ്. അത് ചെയ്യാത്തതുകൊണ്ടാണ് ഇത്രമാത്രം വലിയ രോഷം വരികയും ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് ഇത് പോവുകയും ചെയ്യുന്നത്. ഇപ്പൊ പൊതുവിൽ ജെൻസികൾ അറിയപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വിനോദത്തിനും അല്ലെങ്കിൽ റീൽ അഡിക്റ്റീവ് ആയിട്ടുള്ള അങ്ങനെ ഒരു ഡെഫിനിഷനിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ CJP രൂപീകരിക്കുകയും വീണ്ടും ഒരു പ്രക്ഷോഭം, വലിയ രീതിയിൽ രാജ്യം നടുങ്ങുന്ന രീതിയിലുള്ള ഒരു പ്രക്ഷോഭമൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്തു. അപ്പം ജെൻസി കുട്ടികളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഈ വീക്ഷണത്തെ കുറിച്ചിട്ട് ചേട്ടൻ്റെ ഒരു അഭിപ്രായം. അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ കാണുന്നത് അതാണല്ലോ. അതായത് ഇപ്പോൾ ഈ വളരെ പ്രസക്തമായിട്ടൊരു സാഹചര്യം ആകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിക്ക് താരതമ്യേന യൗവനം നിറഞ്ഞ ഒരു നേതൃത്വം ഉള്ളതാണ്. ഒരുപാട് യൂത്ത് കോൺഗ്രസ് ഒരുപാട് ആളുകളുണ്ട് അതിനകത്ത്. പോരാത്തതിന് ഇപ്പോൾ അവർ പഴയതുപോലെ ഇടക്കാലത്തുണ്ടായിരുന്നൊരു ഒരു ദൗർബല്യമോ ഒന്നും അവർക്ക് രാഷ്ട്രീയമായിട്ട് നല്ല കരുത്തുള്ള ആളുകൾ. ഇപ്പോൾ തന്നെ ഇന്നിപ്പോൾ അവിടെ സമരത്തിൽ നിൽക്കുന്ന ആളുകൾ 2 മുഖ്യമന്ത്രിമാരുണ്ട്. DK ശിവകുമാറും നമ്മുടെ VD സതീശനും, 2 മുഖ്യമന്ത്രിമാരടക്കമാണ് ഇതുപോലൊരു സമരത്തിന് വരുന്നത്. അപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള നല്ല രാഷ്ട്രീയമായിട്ട് കരുത്തുള്ള പാർട്ടിയായിട്ട് പോലും അവരിതിലേക്ക് വരാൻ ഇത്രയും ദിവസമെടുത്തു. ഈ വിഷയത്തിനകത്തേക്ക് ഇത് പ്രധാനപ്പെട്ട വിഷയമാണെന്ന് ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടി മനസ്സിലാക്കാൻ ഇത്രയും സമയമെടുത്തു. ഇപ്പോൾ CPM-ഉം പിന്നെ ഡിംപിൾ യാദവ് ഒക്കെ പോലുള്ള ആളുകൾ നേരത്തെ അവിടെ, MA ബേബി പോലുള്ള ആളുകൾ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ SFIയും ISAയും പോലുള്ള സംവിധാനങ്ങളൊക്കെ അവിടെയുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷ നേതാവൊക്കെ അതിലേക്ക് എത്താൻ, രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാവൊക്കെ അവിടെ എത്താൻ ഇന്ന് ഈ ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ ഈ കുട്ടികൾ, നമ്മളിപ്പോൾ ജെൻസി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ യുവത്വം എന്നൊക്കെ പറയുന്ന ആളുകൾ അതിലേക്ക് എത്താൻ ഒട്ടും വൈകിയില്ല. അവരിപ്പോൾ ആരെ കൂടെ ഉണ്ടാവുന്നൊന്നും, ഈ അഭിജിത്ത് DK അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ അവർക്ക് ഒട്ടും വൈകിയില്ല. ഉടനടി ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ഇപ്പം CJP എന്ന പാർട്ടി ഉണ്ടാകുന്നത് ഒരു പെട്ടെന്നുള്ളൊരു ഒരു ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്നു, പെട്ടെന്ന് അതിൻ്റെ മുകളിലൊരു ഒരു സംവിധാനമായിട്ട്, ഒരു മൂവ്മെൻ്റായിട്ട് ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ ആളുകൾ ഒരുപാട് കൂടുകയാണ്. ആരെങ്കിലും വന്നിട്ടൊരു വലിയ സംഘാടന പാഠമുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളല്ല, അവർ സമരത്തിലേക്ക് പോവുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എപ്പോഴും അറിയാം, ലോകത്ത് ഏത് കാലത്തും ഏത് സ്ഥലത്തും ഈ ചെറുപ്പക്കാരായുള്ള ആളുകളാണ് അനീതിക്കെതിരെ വലിയ സമരവുമായിട്ട് മുന്നോട്ട് വരിക. അത് ഈ സാങ്കേതിക വിദ്യയും ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്തും അതങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരാണ് താരതമ്യേന ഭയമില്ലാത്ത ആളുകളായിട്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി പ്രായം ചെന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെതായിട്ട് സംരക്ഷിക്കേണ്ടതായിട്ട് വരും. ഇപ്പം ഡൽഹി വരെ പോയിട്ട് സമരം ചെയ്താൽ തലക്കടി കിട്ടിക്കുക എന്നുള്ള അവരുടെ ചോദ്യമാണ്. ചെറുപ്പക്കാർക്ക് ആ പ്രശ്നമില്ല. അവർ അത്രയും കാലമേ അവർ ജീവിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ആവേശം അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും. പിന്നെ രണ്ടാമതൊരു കാര്യം, അവർക്ക് പെട്ടെന്ന് അനീതി കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയും. ഇത് ശരിയല്ലല്ലോ എന്ന് തോന്നലുണ്ടാകാൻ അവരിൽ BJP-ക്കാർക്ക് വോട്ട് ചെയ്യുന്ന ആളുണ്ടാവും, അവരിൽ പിന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുണ്ടാവും, അവരിൽ പല രാഷ്ട്രീയ, പല മതജാതി വിശ്വാസങ്ങളൊക്കെയുള്ള മനുഷ്യരുണ്ടാവും, പലതരം സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവർക്ക് ഇത് അനീതിയാണ്, നീറ്റ് പരീക്ഷയിൽ ഈ കാണിച്ചിരിക്കുന്ന അനീതിയാണ് എന്ന കാര്യത്തിൽ അവർക്ക് അത് മനസ്സിലാക്കാൻ ഒരു നിമിഷം പോലും വേണ്ട. അപ്പോൾ അവർ പെട്ടെന്നങ്ങ് കൂടുകയാണ്. ഇപ്പം കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊക്കെ അവരിട്ടെങ്കിലും ഈ പാറ്റകളെപ്പോലെയും കൂടാൻ ഇവർക്ക്, ചെറുപ്പക്കാർക്ക് അനീതിയാണിത് എന്ന് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ, ഇപ്പോൾ ഹരിത പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ അവരുടെ ഒരു വലിയ ശക്തിയായിട്ടുണ്ട്. ഈ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങൾ ആരും ഇവർക്ക് ചെവി കൊടുത്തില്ല, ഇവർക്ക് നേരെ പിന്നെ ക്യാമറ തിരിച്ചു വെച്ചില്ല. ഇവർക്കെതിരെയാണ് സംസാരിച്ചത്, ഇവർക്കെതിരെയാണ് അവരൊന്ന് സംസാരിച്ചത്. ഇവർക്കിടയിൽ നിന്നിട്ട് പ്രധാനപ്പെട്ട നമ്മുടെ NDTV-യും അതുപോലുള്ള മാധ്യമങ്ങളെല്ലാം ചെയ്തത് ഇവർക്കെതിരായിട്ടുള്ള റിപ്പോർട്ടിങ്ങാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അവരെ ബാധിച്ചിട്ടേ ഇല്ല. കാരണം അവർ ഇപ്പുറത്തെ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അവിടെ തല്ല് നടന്ന ഇന്നലെ അവിടെ സോഷ്യൽ മീഡിയ എല്ലാം ബാൻ ചെയ്തു ഡൽഹി പോലീസ്. പക്ഷേ എന്നിട്ടും അത് പല വഴിക്ക് കത്തിപ്പടർന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, അതായത് സോഷ്യൽ മീഡിയ ഉള്ളത് ഒരു പ്രധാനപ്പെട്ട മുന്നോട്ട് പോക്കിന് കാരണമായി. ഈ വിഷ്വൽസ് എല്ലാം കാണുന്നത് അങ്ങനെയാണ്. അതിലൂടെയാണ് ആളുകൾ അവരവരുടെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നത്. രണ്ടാമത്, ഈ കുട്ടികൾക്ക്, ചെറുപ്പക്കാരായതുകൊണ്ട് അവർക്ക് ആ യൗവനത്തിൻ്റെ ഊർജ്ജം, അനീതിയെ തിരിച്ചറിയാനുള്ള പ്രത്യേകമായിട്ടുള്ള ശേഷി, പെട്ടെന്ന് സംഘടിക്കാനുള്ള, അതായത് മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് പെട്ടെന്ന് സംഘടിക്കാനുള്ള അവരുടെ സവിശേഷമായിട്ടുള്ള കഴിവ്, ഇതുകൊണ്ടുകൂടിയാണ് ആ സമരം ഇത്രയ്ക്ക് ശക്തമായിട്ട് ആണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഈ സമീപകാലത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായിട്ടുള്ള സമരങ്ങളൊന്നായിട്ട് ഇത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം. എതിർക്കുന്ന ആളുകളുണ്ട് ഇതിനെ, ഈ സമരത്തെ എതിർക്കുന്ന ആളുകളും ഇതുപോലെ തന്നെയുണ്ട്. പക്ഷേ അവർക്ക് പോലും ഇതിൻ്റെ പ്രാധാന്യത്തെ തള്ളിക്കളയാൻ പറ്റാത്ത വിധം ശക്തമായിട്ട് മാറുന്നതിൻ്റെ കാരണം അതിനകത്തുള്ള ആളുകൾ മുഴുവൻ ചെറുപ്പക്കാരാണ്, ചെറുപ്പക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച അവസാനിപ്പിക്കുമ്പോഴും പ്രതിഷേധം ആളിക്കത്തുകയാണ്, കനക്കുകയാണ്. പല മുഖ്യധാര പാർട്ടികളും ഇതിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഇതിനൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാം.